എൻ്റെ വൈഫ് ശരിക്കും ഞായറാഴ്ചകളിലും പിന്നെ പറ്റുന്ന ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ജലദോഷമൊക്കെ ആണെങ്കിൽ അവൾ പറയായിരുന്നു ആദ്യമൊക്കെ ഇന്നിപ്പോൾ പോകണ്ട. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവൾക്കാണ് കൂടുതൽ നിർബന്ധം. ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് പല ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് വകവയ്ക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ സൗഖ്യമായ അനുഭവം ഉണ്ട്. ഞാൻ ചെറുപ്പം മുതലേ 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. പിന്നെ അത് ഞാൻ എൻ്റെ വൈഫിനോട് നിർബന്ധം പറഞ്ഞ് കുമ്പസാരിക്കും. പിന്നെ എൻ്റെ മൂത്ത 2 മക്കൾ ആദ്യം സ്വീകരിച്ച് അവരും അങ്ങനെ കുമ്പസാരിക്കും. അപ്പോൾ ഈ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന അനുദിനം സ്വീകരിക്കുന്നതിലൂടെയും തീർച്ചയായും വലിയ അഭിഷേകം, കുടുംബജീവിതത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മാതൃക, അത് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നതിന് അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വിശുദ്ധ കുർബാനയിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മാതൃകയും വലുതാണ്. അപ്പോൾ അവർ കാണണം അവരുടെ അപ്പൻ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കുന്നത്, അവരുടെ അമ്മ എങ്ങനെയാണ് പോകുന്നത് എന്ന രീതിയിൽ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്ന ഒരു ആഗ്രഹം കൂടിയാണ് ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പിള്ളേരെയും കൂടി പോകാൻ തുടങ്ങി.